ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. നമ്മളിന്നൊരു നാടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഉണക്ക ചെമ്മീനും പച്ചമാങ്ങയും ചക്കക്കുരു മുരിങ്ങയ്ക്കൊക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി നാടൻ ഒഴിച്ചുകറിയാണ്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. മറ്റൊരു കൂട്ടാൻ്റെ ആവശ്യമില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ നമുക്കൊരു മൺചട്ടി എടുക്കാം. അതിലേക്കൊരു 15 ചക്കക്കുരു ഞാൻ രണ്ടായിട്ട് മുറിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു 2 മുരിങ്ങയ്ക്കായ ഞാൻ ഇതേപോലെ അകം ഒന്ന് കീറി ഇട്ടിട്ടുണ്ട് കേട്ടോ, മൊത്തത്തിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല. ഇനി അതിലേക്ക് ഒരു പച്ചമാങ്ങ ഇതേപോലെ കഷ്ണങ്ങളാക്കിയത് കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 2 പച്ചമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം എരിയുള്ള പച്ചമുളകാണ്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവാനായിട്ട്, ചക്കക്കുരുവിനൊക്കെ വേവുണ്ടല്ലോ, അപ്പോൾ നമുക്കതിലേക്കൊരു 1.5 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കാനായിട്ട് വെക്കാം. ഈ ഒരു ടൈമിൽ ഞാനൊരു 1/4 കപ്പ് നന്നായിട്ട് കഴുകിയ ഉണക്ക ചെമ്മീൻ നമ്മളൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഒരു ചുമക്ക കളറാവുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് വെക്കരുത്, പെട്ടെന്നത് കരിയും. അതുകൊണ്ട് തന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉണക്കച്ചെമ്മീൻ്റെ നിറം ഒന്ന് മാറും, ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ വലിയ മീനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തല നമുക്ക് ഇതേപോലെ വറുത്തതിന് ശേഷം മാറ്റാം. അല്ലെങ്കിൽ ചെറുതിൻ്റെ ആണെങ്കിൽ തലയും കൂടെ നമുക്ക് ഉൾപ്പെടുത്താം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, ഒരു ചുമക്ക കളർ വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂണ് ഞാൻ മാറ്റി വെക്കുന്നുണ്ടേ, നമുക്ക് അരപ്പിൻ്റെ കൂടെ ചേർക്കാനായിട്ടാണ്. ഇനി നമ്മൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചക്കക്കുരുവാണ് വെന്തോന്ന് ആദ്യമേ നോക്കേണ്ടത്. അപ്പോൾ കുറച്ചുകൂടെ വേവാനുണ്ട്, അതുകൊണ്ട് വീണ്ടും ഞാൻ ഒരു 10 മിനിറ്റോടെ അടച്ചു വെക്കുകയാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരമുറി നാളികേരമാണ്, അത് അത്യാവശ്യം വലിയൊരു നാളികേരമാണ്. അതുകൊണ്ട് തന്നെ അരമുറി നാളികേരം ചിരകിയതുണ്ട്. ചെറുതാണെങ്കിൽ ഒരു മുറിയും പിന്നെ പകുതിയും കൂടെ ചേർക്കാം. അതിലേക്കൊരു 4-5 ചെറിയ ഉള്ളിയും പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഉണക്ക ചെമ്മീനും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഉണക്ക ചെമ്മീൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടി ചേർക്കുക. പിന്നെ ഇത് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചക്കക്കുരുവൊക്കെ വെന്തിട്ടുണ്ട്. മാങ്ങയും മുരിങ്ങയ്ക്കൊക്കെ നേരത്തെ നന്നായിട്ട് വെന്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണക്ക ചെമ്മീൻ, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ചക്കക്കുരു നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ ഉണക്ക ചെമ്മീൻ ചേർത്ത് കൊടുക്കാവൂ. കാര്യം ഇതിന് വേവ് കുറവാണ്, അതുകൊണ്ട് തന്നെ. ഇനി നമുക്ക് ഇത് അടച്ച് വെക്കാം. വേണമെങ്കിൽ നമുക്ക് ആദ്യമേ ചക്കക്കുരു കുക്കറിലിട്ട് വേവിച്ചിട്ട് വെക്കാം. ഞാനിപ്പോൾ എല്ലാം കൂടി ചേർത്തതേ ഉള്ളൂ കേട്ടോ. ഇനിയും ഉണക്കച്ചെമ്മീൻ ഒന്ന് വെന്തൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ തേങ്ങയ്ക്കകത്ത് നമ്മൾ ഉണക്കച്ചെമ്മീൻ അരച്ച് ചേർക്കുന്നത് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ കുറച്ച് ഇതേപോലെ 2 ടേബിൾ സ്പൂൺ നമ്മൾ മാറ്റി വെച്ചിട്ട് അതൊന്ന് ക്രഷ് ചെയ്തിട്ടാലും മതി. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനിയും ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം, ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം നമ്മളിപ്പോൾ നോക്കുക. ഞാൻ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയും ചാറ് വേണമെന്ന് നോക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പ് നോക്കുക. നമ്മൾ കാര്യം നേരത്തെ ഉപ്പ് കുറച്ചേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് എല്ലാം അരപ്പിൻ്റെ കൂടെ ചേർന്ന് യോജിച്ച് നല്ലൊരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ. ഇപ്പോൾ ഉണക്കച്ചെമ്മീൻ്റെയും മാങ്ങയുടെ ഒക്കെ ആയിട്ട് നല്ലൊരു മണമാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. അപ്പോൾ ഒരു ചെറിയ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ കടുകും വറ്റൽമുളകും ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇതിലേക്ക് ഞാനൊരു
10 ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചെറിയ ഉള്ളി നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് താളിച്ച് ചേർത്താൽ ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നല്ല ചുമക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സത്യം പറയാലോ, ഈ ഒരു കറി മാത്രം മതി ചോറ് കഴിക്കാൻ. അത്രയ്ക്ക് ടേസ്റ്റാണ്. കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ ഒരു 4 കോമ്പിനേഷനാണ് കേട്ടോ. ചക്കക്കുരുവും ഉണക്ക ചെമ്മീനും മുരിങ്ങയ്ക്കായും മാങ്ങയും കൂടി ഇട്ട് തന്നെ വെക്കണം. അപ്പോഴാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ചാനലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു കറി ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ അടിപൊളിയാണ്. അതുപോലെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ചക്കക്കുരുവിൻ്റെ മുരിങ്ങയ്ക്കയുടെ ഒക്കെ സീസണാണല്ലോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.